പറഞ്ഞോ? പറഞ്ഞു. എന്നിട്ട് തന്നോ മാപ്പ്? തന്നു. മാപ്പും വാക്കും തന്നു. വാക്കോ? അതെ, മകളെ വിവാഹം ചെയ്തു തരാമെന്ന് വാക്ക് തന്നു. പ്ലീസ്, അമ്മയ്ക്ക് പ്രഷറിന് അസുഖമുള്ളതാണ്. കൂടുതൽ സ്ട്രെയിൻ എടുത്താൽ ബുദ്ധിമുട്ട് എനിക്കാണ്. ആശുപത്രി ഇരിക്കാൻ ഞാൻ വേണം. എനിക്കിനി ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമില്ല. എന്റെ സമ്മതമില്ലാതെ നിനക്കിഷ്ടമുള്ള ആർക്കെ നീ വിവാഹം ചെയ്യുമല്ലേ? ആ ചോദ്യം ഒന്ന് തിരിച്ചിട്ടൂടെ അമ്മേ? ഞാൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിനെ അമ്മ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടാൽ കാര്യം തീർന്നില്ലേ? നീ വിവാഹം ചെയ്യാൻ പോകുന്ന ആരെയാണെന്ന് ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് വാക്കും കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. അവിടല്ലേ കുഴഞ്ഞു പോയത്? അമ്മ ഈ വാക്ക് മാറ്റി പറയണ്ടേ? ഞാൻ വാക്ക് മാറ്റാനോ? നിന്നെ പ്രസവിച്ചത് ഞാനാണെങ്കിൽ കൊടുത്ത വാക്കിന് മാറ്റം ഉണ്ടാവില്ല. ഇതിപ്പോ ആകെ കുഴയല്ല അമ്മേ. അല്ല, അമ്മ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണ് ഏതാണെന്ന് അറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഏതാണാവോ പെണ്ണ്? ഉന്നേറ്റന്റെ സഹോദരി രാധിക. വെരി ഗുഡ്, നല്ല പെണ്ണ്. വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, സ്വത്തുണ്ട്, കുടുംബ പാരമ്പര്യമുണ്ട്. ഇനി എന്ത് വേണം? സ്നേഹം വേണം. അതില്ലമ്മേ. സ്നേഹിക്കുന്ന ഞാനും ഗീതയും തമ്മിലാണ്. ഗീത? അവളുടെ പേരവിടെ വേണ്ടി പോരുത്. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളോട് വരില്ല. ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അവളിവിടെ വരും. ചേച്ചിക്ക് എന്ത് വേണം? നിനക്ക് അമ്മയുടെ മുന്നിൽ ഒന്ന് തോറ്റു കൊടുത്തൂടെ? നമ്മുടെ അമ്മയല്ലേ. അമ്മയുടെ മുന്നിൽ തോൽക്കുന്ന മക്കൾക്ക് നന്മ മാത്രമേ ഉണ്ടാകൂ. ഈ സാരോപദേശം ചേച്ചിയുടെ കാര്യം വന്നപ്പോ എവിടെ പോയി? അന്ന് അളിയനും ചേച്ചി സ്നേഹപരവശരായി നടന്നിരുന്ന കാലത്തും അമ്മ എതിരല്ലായിരുന്നോ? അന്നെന്താ ചേച്ചി വിട്ടു കൊടുക്കായിരുന്നേ? അവരുടെ ഇതുപോലെ ആയിരുന്നോടാ? ഇത് വെറും ഒരു പറട്ട ആചാരുടെ മകൾ, ഒരു വെടക്ക ചേച്ചിയുടെ മകൻ എന്ന് അവര് പറഞ്ഞാലോ? എന്താ പറഞ്ഞൂടെ? പറഞ്ഞാൽ ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. എന്തൊക്കെയോ ചെയ്ത് കളയാമെന്ന് തോന്നിയേക്കും. അത് പഴയ അധികാരത്തിന്റെ ഗർവാണ്. ബാല, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? നമ്മളെ പ്രസവിച്ച അമ്മയോടാ. ചേച്ചി, പ്രസവിച്ചത് കൊണ്ട് മാത്രം അമ്മയാവില്ല. അകവും പുറവും നിറയെ അലിവും സ്നേഹവും വേണം. അതാണ് അമ്മ. എനിക്കൊന്നും ഇല്ലടാ. അവൻ പറഞ്ഞത് പോയത് കേട്ടില്ലേ മോളെ? ഇതിനെല്ലാം കാരണക്കാരി നിങ്ങൾ ഒരുത്തിയാണ്. സഹോദരന്റെ മകളെ വിളിച്ച് വീട്ടിൽ നിർത്തിയിട്ട് എന്റെ മകളെ വശീകരിച്ചെടുത്തിരിക്കുന്നു. പക്ഷെ അവനെ ഞാൻ വിട്ടുതരുമെന്ന് കരുതണ്ട. നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടും വിശ്വാസമാകുന്നില്ലെങ്കിൽ ഇറങ്ങി പോണല്ലേ? അത്രയും ഞാൻ പറയുന്നില്ല. അനാവശ്യം പറയാതിരിക്കെങ്കിലും വേണം. പറഞ്ഞതാണ് അനാവശ്യം. നിങ്ങൾ ചെയ്തതോ? എങ്ങനെയെങ്കിലും ഒരു ബന്ധമുണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങളുടെ ബംഗ്ലാവിൽ വിരുന്ന് വന്നാൽ കൊള്ളാമെന്ന് മോഹമുണ്ടല്ലേ? എടി പെണ്ണെ, നീ പഠിപ്പിക്കുന്നത് കോളേജിലാണെങ്കിലും നിനക്ക് വിവരമില്ലെന്ന് ഇപ്പൊ മനസ്സിലായി. ഞങ്ങളുടെ വീട് ചെറുതാണെങ്കിലും ഇതിനകത്ത് കഴിയുമ്പോൾ ഉള്ള മനസ്സുകൊണ്ടല്ലോ അത് നിന്റെ ബംഗ്ലാവിൽ കാണുന്നില്ല. എന്റെ പട്ടി വരും അങ്ങോട്ട്. നോക്ക്, കാലില്ലെങ്കിലും വായിലൊന്ന് വീഴുന്ന കേട്ടില്ലേ? എന്റെ കാലേ മുറിഞ്ഞിട്ടുള്ളൂ, നാവ് മുറിഞ്ഞിട്ടില്ല. ആ നാവോട് ഞാൻ മുറിച്ചെടുക്കും. സൂക്ഷിച്ചോ. വരുമോളെ. അവർക്ക് എന്താ തന്നെ ഭ്രാന്ത്, അല്ലാതെന്താ? ഈ കണക്കിന് ഈ സ്ത്രീ നിരപരാധികളായ എത്ര പേരെ തൂക്കി കൊന്നു കാണും. ഞാൻ ഉടനെ പുറപ്പെടണമെന്ന് സുലോചന ഫോൺ ചെയ്തപ്പോഴേ വിചാരിച്ചതാ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടുണ്ടാവുന്നു. ഇനിയിപ്പോ എന്താ ഇതിന്റെ പരിഹാരം? സുലോചനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കൊന്നേ പറയാനുള്ളൂ, അമ്മയെ വേദനിപ്പിക്കരുത്. മകനെയും വേദനിപ്പിക്കരുത്. വേദനയ്ക്ക് അമ്മയും മകനെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. നിങ്ങൾ തമ്മിൽ എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? ആളുകളോടൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ സ്നേഹത്തിന് ഉറച്ചു നിൽക്കാനാണോ ഉദ്ദേശം? മാറ്റമൊന്നുമില്ലല്ലോ. ഞാൻ മരിക്കണം. അതേതായാലും വേണ്ട. ഞാന് അമ്മയോടൊന്ന് സംസാരിക്കാം. പ്രയോജനമില്ലല്ലയാ. അമ്മ എന്ന സ്നേഹത്തിനെതിരായിരുന്നു. സംശയമുണ്ടോ നിങ്ങൾക്ക്? സ്വന്തം അമ്മയെ കുറിച്ച് ഇങ്ങനെയൊന്നും പറയരുത് ബാല. തെറ്റ് അമ്മ ചെയ്താലും അച്ഛൻ ചെയ്താലും തെറ്റ് തന്നെ. ചെറുപ്പത്തിൽ അച്ഛൻ മരിച്ചു. അങ്ങനെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടൊരു ജീവിതം സ്വന്തം മക്കൾക്ക് പോലും കിട്ടുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെയും അളിയൻ അവിടെ ആയിട്ട് കഴിയേണ്ടി വരുന്നത്. ഞാനിവിടെ കഴിയുന്നത് ഞാൻ ജോലി ചെയ്യുന്ന കോളേജ് ഇവിടെ ആയതുകൊണ്ടാ. അവിടെയുള്ള കോളേജിലേക്ക് സ്ഥലം മാറ്റം വാങ്ങണമെന്ന് അളിയൻ പറഞ്ഞല്ലോ. അമ്മ സമ്മതിക്കാഞ്ഞിട്ടില്ലേ? സത്യല്ലേ അളിയ? എന്റെ പൊന്നളിയ, ഞങ്ങൾ തമ്മിൽ കാണുന്നത് തന്നെ വല്ല വിഷുവിനും സംക്രാന്തിക്കും ഒക്കെയാ. ആ സമയത്ത് എന്നെ കൊണ്ടുള്ള സത്യമെല്ലാം പറയിപ്പിച്ച് ഞങ്ങളെ കഴിഞ്ഞ് പാറ്റായിട്ടിട്ട് അളിയ എന്തോ കിട്ടാനാ? നിങ്ങൾ സ്നേഹിച്ചു, അമ്മയ്ക്ക് അത് ഇഷ്ടമായില്ല. വിവാഹം കൊണ്ട് നിങ്ങളെ ശിക്ഷിക്കായിരുന്നു. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞിട്ടും ചേച്ചി ഇവിടെ തന്നെ നിൽക്കണമെന്ന് അമ്മ വാശി പിടിച്ചത്. അളിയനും വീട്ടുകാരെ സമ്മതിച്ചുകൂടായിരുന്നു. പോട്ടളിയ, ആ സമയത്ത് സമ്മതിച്ചില്ലാതെ ഞങ്ങളുടെ വിവാഹം നടക്കുമായിരുന്നോ? അതൊക്കെ ശരിയായിരിക്കും. എന്നാലും വെറും സാധാരണ പെണ്ണുങ്ങളെ കുറിച്ച് പറയുന്നത് പോലെ നമ്മുടെ അമ്മയെ കുറിച്ച് പറയുന്നത് ശരിയല്ല. അമ്മ ജഡ്ജിയായിരുന്നിട്ട് റിട്ടയർ ചെയ്ത ഒരു സ്ത്രീയാണ്. ജഡ്ജിയല്ല, തൂപ്പുകാരിയായാലും ചില കാര്യങ്ങളിൽ പെണ്ണ് പെണ്ണ് തന്നെ. ഏതായാലും ഞാൻ അമ്മയോട് സംസാരിച്ച് നോക്കട്ടെ. ഉണ്ണി, നിനക്കെന്താ സംസാരിക്കാനുള്ളത്? ഇവൻ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും ഇപ്പൊ ഞാൻ മറുപടി പറയുന്നില്ല. ഇക്കാര്യത്തിലുള്ള എന്റെ അവസാനത്തെ തീരുമാനം മാത്രം പറഞ്ഞേക്കാം. ഞാൻ വാക്കുകൊടുത്ത പെണ്ണിനെ ഇവൻ വിവാഹം ചെയ്യണം. രാധികയെ. ഇല്ലെങ്കിലോ? നീ ഈ വീട്ടിൽ താമസിക്കില്ല. എന്റെ സ്വത്തിൽ ഒറ്റ പൈസയ്ക്ക് പോലും നിനക്ക് അവകാശം ഉണ്ടായിരിക്കില്ല. അത്രേ ഉള്ള? അമ്മേ,
ഇത് ആപത്താണ്. ബാലോ പെൺകുട്ടിക്ക് ജോലിയുണ്ട്. അവർ രജിസ്റ്റർ വിവാഹം ചെയ്ത് മീനാക്ഷിയുടെ വീട്ടിൽ താമസമാക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഒന്ന് നടക്കടാ. അത്രയ്ക്ക് കടുപ്പം അവനില്ല ഉണ്ണി. ആ പെണ്ണ് തൽക്കാലത്തേക്ക് ഒന്ന് അവനെ വഷളാക്കിയെന്നേ ഉള്ളൂ. അത് ഞാൻ തിരുത്തിയെടുക്കും. ബാലൻ എവിടെ പോകുന്നു? അളിയോടാ ചോദിച്ചു എവിടെ പോകുന്നെന്ന്. വിവാഹം കഴിയുന്നവരെ ഗീതയുടെ വീട്ടിൽ താമസിക്കും. അത് കഴിഞ്ഞ് വാടക വീട്ടിലേക്ക് മാറും. അമ്മേ, ബാലിനെ വിളിക്കമ്മേ. വിളിക്കമ്മേ. ബാല, ബാല, ബാല. നീ അമ്മയെ ഉപേക്ഷിച്ചിട്ട് പോകുമോ? ക്ഷമിക്കണം അമ്മേ, എനിക്ക് ഗീതയെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. അമ്മേ, ബാലിന്റെ ഇഷ്ടം നടക്കട്ടെ അമ്മേ. സമ്മതമാണെന്ന് പറയൂ. ഞാനാ പറയുന്നത്. പ്ലീസ്. ശരി. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. പറഞ്ഞതെല്ലാം ക്ഷമിക്കണം. അമ്മയില്ലാതെ വളർന്നതായവള്. എന്നിട്ടും ദുഃഖം എന്താണെന്ന് ഞാൻ അറിയിച്ചിട്ടില്ല. ഇവളെ ഞാൻ അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. മോളെ, കല്യാണത്തിന് അച്ഛൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ബാലേട്ടൻ എന്ത് ചെയ്യുമായിരുന്നു? എന്നെ വിളിച്ചിറക്കി കൊണ്ടുവരുമായിരുന്നു. ഞാൻ വന്നില്ലെങ്കിലോ? വന്നില്ലെങ്കിലോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഈ കണ്ണല്ലേ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. എനിക്ക് ഇക്കയാണോ? നീ വന്നേ. Sorry. നീ വിഷമിക്കാതെ, ഞാൻ ചെന്ന് ബാലിനെ വിളിച്ചോണ്ട് വരാം. ബാല, ബാല, എന്താ നിന്റെ മോള് തേനിറക്കി. നീ ഒന്ന് വേഗം എഴുന്നേറ്റ് വാ. കണ്ടോടാ, അവന് കരയണ്ട. കണ്ടോ? പാടുണ്ടല്ലോ. ആര് ഇരിക്കുന്ന പറഞ്ഞേ? ഉടനെ അവിടെ നടഞ്ഞണ്ട് തേള്. എന്താ വേണ്ടേ? ഉടനെ പോയി വൈദ്യരെ കണ്ട് മരുന്ന് മേടിച്ചോണ്ട് വരണം. ഇല്ലെങ്കിൽ കാലത്ത് നീര് വെക്കും. എന്ത് പറ്റി മോളെ? അവനെ എടുത്ത് കട്ടിൽ കിടത്തി ഒന്ന് കടയിൽ കൊടുക്കണേ. പതുക്കെ പതുക്കെ. പാവം കരഞ്ഞു കരഞ്ഞ് തളർന്നു. കരയല്ലേ? മരുന്ന്. അവൾ ഉറങ്ങി. ഗീത അനങ്ങിയാൽ മോൾ ഉണരും.
അവളിവിടെ കിടക്കട്ടെ, നീ മുറി പോയി കിടന്ന് ഉറങ്ങിക്കോ. മോനെ, ആ കഥ അടച്ചേക്കണേ. കാപ്പി. എന്ത് ചെയ്യാനാ, നല്ലൊരു ഫസ്റ്റ് നൈറ്റ് ആയിരുന്നു. അത് രസം പിടിച്ച് വന്നപ്പോഴേക്കും അതേ കയറി തേളിറക്കി. ഒന്ന് വേഗം എന്നിട്ട് റെഡിയാവോ, ഓഫീസിൽ പോണ്ട. ആ കേറിക്കേ. ഈ ബാഗ് പിടിച്ചേ. അമ്മേ, ഞാൻ കോളേജിൽ പോകുന്നു. പോയിട്ട് വാ മോളെ. അമ്മമ്മ കാപ്പി. എന്താ അടിയിൽ കിടക്കുന്നതൊക്കെ? അല്ല, ഇതാരാ മോളെ? ഈശ്വര പിള്ളിക്കും കൂടെ ഒരു കാപ്പി. വേണ്ട മോളെ, എടുക്കണ്ട. ഞാനിപ്പോ കുടിച്ചതേ ഉള്ളൂ. ഈശ്വര പിള്ള ഇപ്പൊ എവിടെയാ? ഞാൻ എന്റെ വീട്ടിൽ തന്നെയാ, അല്ലാണ്ട് എവിടെ പോകാനാ? അപ്പൊ അപ്പുറത്തെ ജോലി പോയത് തന്നെയല്ലേ? 3 ദിവസം രാപകലില്ലാതെ ഞാൻ ആ വരാന്തയിൽ കുത്തിയിരുന്നു. പുറത്തേക്ക് പോകുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും ഞാൻ മുമ്പിൽ ചെന്ന് തോഴും. കൊച്ചമ്മ ഒന്ന് തിരിഞ്ഞു നോക്കണമല്ലോ. അവസാനം മടുത്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോന്നു. വല്ലാത്ത മനസ്സാ അല്ലേ? അതിനൊരു കാര്യമുണ്ട് മീനാക്ഷി അമ്മേ. ഈ ജീവപര്യന്തം ശിക്ഷിച്ചവരുടെയും തൂക്കുമരത്തി കയറ്റിയവരുടെയും കണ്ണീര് കണ്ട് കണ്ട് അവരുടെ മനസ്സ് പാറയായി പോയി. പാറയുണ്ടോ അലിയാൻ പോകുന്നു, അത് തല്ലിപ്പൊട്ടിക്കണം. എന്റെ ഗീതമോൾ അവിടെ എങ്ങനെ കഴിഞ്ഞു കൂടുന്നോ എന്തോ. അത് ബാലൻ കുഞ്ഞിന്റെ മിടുക്ക് പോലെ ഇരിക്കും. കുടിച്ചോ കുടിച്ചോ. കല്യാണം കഴിഞ്ഞ് ദിവസം കുറെ ആയില്ലേ? അവരെ 1-ാം വിരുന്നിന് കൊണ്ടുപോവുക എന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അതിനെന്നാണ് വരേണ്ടത്? 1-ാം വിരുന്നും 2-ാം വിരുന്നും അതൊക്കെ പഴയ ഏർപ്പാടല്ലേ? പഴയതാണെങ്കിലും അതൊക്കെ ഒരു ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം. എനിക്ക് അഭിപ്രായമില്ല. കല്യാണം കഴിഞ്ഞു, അതോടെ എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ടിങ്ങോട്ടുള്ള ഈ പോക്കും വരെ ഒന്നും വേണ്ട. ബാലകൃഷ്ണന്റെ അഭിപ്രായം കൂടി ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. മനുഷ്യ, അവനെ പ്രസവിച്ച ഞാനാ പറയുന്നത് ഈ വിരുന്നും കൊണ്ടുവന്ന് വേണ്ടാന്ന്. പിന്നെ അവന്റെ അഭിപ്രായം എന്തിനു അന്വേഷിക്കണം? അല്ല, അവർക്ക് വരാൻ താല്പര്യമാണെങ്കിൽ. എന്റെ മകന്റെ ഭാര്യ വീടാണെന്നും പറഞ്ഞ് അവൻ അവിടെ വരുന്നത് എനിക്ക് അപമാനമാണ്. ഞാൻ അവരെ അയക്കില്ല. മോളെ, ബാലകൃഷ്ണൻ എവിടെ? അകത്തുണ്ടച്ച. ഞാൻ വരട്ടെ? എല്ലാം ഞാൻ കേട്ടു. ഞാനിത് നേരത്തെ കണ്ടതാണ്, പറയുകയും ചെയ്തിരുന്നു. സാരല്ല, അമ്മ അറിയാതെ ഞങ്ങൾ വരാം. വേണ്ട, വരണ്ട. ഒളിച്ചു വരാൻ അത് രഹസ്യ വീടൊന്നുമല്ല. വള്ളംകളി മത്സരം ആരംഭിക്കുകയാണ്.
ഈ ജലോത്സവം കാണാൻ വന്നിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും നാട്ടാശ്ശേരി ബോട്ട് ക്ലബിന്റെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിൽ ചമ്പക്കുളം, പാർത്ഥസാരഥി, കല്ലുപ്പറമ്പൻ, കുളിക്കുന്ന് എന്നീ ചുണ്ടൻ വള്ളങ്ങൾ റോയൽ ട്രോഫിക്ക് വേണ്ടി മത്സരിക്കുന്നതാണ്. വരണം, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. വരുന്ന വഴിക്ക് ടയർ പഞ്ചറായി, അതാണ് അല്പം വൈകിയത്. കുഞ്ഞിനെ കൊണ്ടുവന്നില്ലേ മോളെ? അവൾക്ക് പരിശീലനമേ. ഉണ്ണി എവിടെ? അവൻ ബോൾ ക്ലബിന്റെ സെക്രട്ടറി അല്ലേ, സ്റ്റാർട്ടിംഗ് പോയിന്റ് കാണും. മരുമകൾ വീട്ടിലില്ലേ? ഉണ്ട്. അവളെ കൂടി കൊണ്ടുവരാമായിരുന്നല്ലോ. തമ്പി എന്തായി പറയുന്നത്? നമ്മുടെ സ്റ്റാറ്റസിന് കൂട്ടത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പെണ്ണാണോ അവൾ? ആരെങ്കിലും ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ എങ്ങനെ പരിചയപ്പെടുത്തും? പാലിന് വിഷമം തോന്നൂല്ലേ? തോന്നണം. അങ്ങനെയെങ്കിലും അവൻ തെരഞ്ഞെടുത്ത പെണ്ണ് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അവൻ മനസ്സിലാക്കട്ടെ. മത്സരം ആരംഭിച്ചു. ഇനി അടുക്കള കാര്യമില്ല, അവളെ ഒന്ന് നോക്കട്ടെ. അത് തെറ്റൊന്നുമില്ല, പക്ഷെ ജോലി രാജിവെക്കട്ടെ. ബാലൻ സമ്മതിക്കുന്നേ? അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. നീ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട. ശരി, വെക്കോ. കോമതി, നിന്റെ ശമ്പളം 100 രൂപ കൂടുതലുണ്ട്. ഇന്ന് എന്നെ പിരിഞ്ഞു പോയിക്കോളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കൊച്ചെന്ന് എന്നെ പറഞ്ഞു വിടുന്നത്? നീ എന്തെങ്കിലും തെറ്റ് ചെയ്തു ഞാൻ പറഞ്ഞോ? ഇവിടെ ഇനി ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ മാത്രമുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇന്ന് തന്നെ പൊയ്ക്കോ. നിന്റെ ഓഫീസിൽ നിന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ആക്ഷേപമാണ്. അമ്മയ്ക്കത് വിഷമമാണെങ്കിൽ ഗീതയോട് രാജിവെക്കാൻ പറബാല. ഒരു ജോലിയുള്ളത് എന്തിനാ കളയുന്നത്? നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിലും കഴിയാനുള്ള സ്വത്ത് ഇവിടെയുണ്ട്. അത് തന്നെയല്ല, ഒരു ജോലിക്കാരുണ്ടായിരുന്നവൾ പിരിഞ്ഞുപോയി. ഇന്നത്തെ കാലത്ത് ഇനി വീട്ടു ജോലിക്ക് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഗീത ഉദ്യോഗം രാജിവെക്കണം പറയുന്നത് വീട്ടു ജോലി ചെയ്യാൻ വേണ്ടിയാണോ? വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിന് വീട്ടുജോലി എന്നല്ലേ പറയുന്നത്? ഇവിടെ ഇപ്പൊ നമ്മൾ 3 പെണ്ണുങ്ങളില്ലേ? വീട്ടുജോലിക്ക് ആരും കിട്ടിയില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഗീത ജോലി രാജിവെക്കണം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം? നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അത് അവളോടൊന്ന് ആലോചിച്ചിട്ടാ പറയാനൊക്കൂ. എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നല്ലേ? അമ്മ പറഞ്ഞതില് തെറ്റൊന്നുമില്ല. അപ്പോ ഉദ്യോഗം രാജിവെക്കണം എന്നാണോ? അത് തീരുമാനിക്കേണ്ടത് ബാലേട്ടനല്ലേ? എന്റെ ഭാര്യ സ്റ്റെനോയായിട്ട് എന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് അമ്മയ്ക്ക് ആക്ഷേപമാണെന്ന് പറയുന്നു. മറ്റൊരു ഓഫീസിൽ സ്റ്റെനോയായിട്ട് പോകുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ ഉദ്യോഗം റിസൈൻ ചെയ്യാം. ബാലേട്ടനൊന്ന് പറയേ വേണ്ടു. ഗീതയ്ക്ക് അതിൽ വിഷമമില്ലേ? ഞാനെന്തിനാ വിഷമിക്കുന്നത്? സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. എന്ത് കിട്ടിയോളാണ് ഞാൻ? എനിക്കിനി സ്റ്റെനോയുടെ ശമ്പളം എന്തിന്? തകർത്ത് കളഞ്ഞല്ലോ എന്നെ. ഭയങ്കര അടി. ഈ നിധി എന്ന് പറഞ്ഞ എന്നെ ഉദ്ദേശാണോ? അപ്പോ ഉദ്യോഗം രാജിവെക്കാമെന്നല്ലേ? നമസ്തേ. നമസ്തേ. ഇതാരൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്? ഇരിക്കും. ഗീതേ, കാപ്പി. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? ഇവിടെ ഒരു മഹിളാ സമാജം ഉണ്ടെന്ന് അറിയാമല്ലോ. കൊള്ളാം. അറിയാതിരിക്കാൻ കാര്യം? അതിന്റെ വാർഷികമാണ്. അധ്യക്ഷയായിട്ട് എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. ദയവ് ചെയ്ത് എതിരൊന്നും പറയരുത്. എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത്. ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ. ഞങ്ങളുടെ സംഘടനയുടെ ഭാഗ്യം. ഒരു ഗാനമേളയുണ്ട്. പാടേണ്ടത് ഞാനാണോ? മോളെ, ഇവിടെ വരൂ. ഇരിക്കെ. ഇത് എന്റെ മകളാ, പ്രൊഫസർ സുലോചന. ഞങ്ങൾക്കറിയാം. മോളിവരൊക്കെ അറിയുമോ? പിന്നെ ഞങ്ങൾ പഴയ പരിചയക്കാരല്ലേ. സമ്മേളനത്തിന് പ്രൊഫസറെ ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കണോ? വേണ്ട, ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം. മോളില്ലാതെ അമ്മ ഒറ്റയ്ക്കൊന്നും പോവില്ലല്ലോ. ഇതെന്റെ മകൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ. ഇവരെയൊക്കെ എന്തിനാ പരിചയപ്പെടുത്തുന്നത്? ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ. അമ്മ റിട്ടയർ ചെയ്തിരിക്കല്ലേ, അല്പസ്വല്പം മറവിയൊക്കെ കാണും. മീറ്റിംഗിന് അധ്യക്ഷയായിട്ട് അമ്മയെ ചാക്കരാൻ ഇറങ്ങിയതായിരിക്കും. അതെ, ഒരു ഗാനമേളയുണ്ട്. വേണ്ട, ഞാൻ കൊടുത്തു. തരാനാ പറഞ്ഞ. ഇതെന്റെ ഭാര്യ ഗീത. എന്റെ ഓഫീസിലെ സ്റ്റെനോ ആയിരുന്നു. ഇപ്പൊ ജോലി കളഞ്ഞു. വെറും ഭാര്യ. അടുക്കള ഭരണം. ഇരിക്കൂ. ഇങ്ങോട്ടിരിക്കും.
പരിപാടി? അടുത്ത 18-ാം തീയതി. ഓ, 18-ാം തീയതിയോ? ഞങ്ങൾ നേരത്തെ തന്നെ വരാം. അത് ഞങ്ങൾ ക്ഷണിച്ചില്ലല്ലോ. ഓ, അത് ശരിയാണല്ലോ. എങ്കിൽ വേഗം ഒന്ന് ക്ഷണിച്ചേക്ക്. എന്റെ ഭാര്യയുടെ മുമ്പിൽ ഞാൻ ക്ഷണിക്കുന്ന മോശമല്ലേ? മിസ്സസ് ഗീതയുടെ വീട് എവിടെയാ? അപ്പോ നിങ്ങൾക്കൊക്കെ പോകാൻ തിടുക്കമായിരിക്കും. പല സ്ഥലത്തും പോകാനുള്ളതല്ലേ? ഞങ്ങൾ ഇറങ്ങുകയാണ്. അല്ല, ഗീതയുടെ വീട് ചോദിച്ചില്ലേ? കൊട്ടാരക്കരയാണ്. അച്ഛനൊരു റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണ്. പ്രോഗ്രാം നോട്ടീസ് അയക്കുമല്ലോ? നാളെ തന്നെ അയച്ചേക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ? വരട്ടെ. ശരി. അവനോ നാണമില്ല. നമ്മളീ നാണം കെടുത്താതെ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഇതെല്ലാം പ്രതികാരമാണെന്നേ. അവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെ അങ്ങോട്ട് പോയി അവസാനം അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും. പകരം നമ്മുടെ രാധിക ഇവിടെ വരികയും ചെയ്യും. നീ നോക്കിക്കോ.